ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് അവിലും ക്യാരറ്റും പഴമൊക്കെ കൊണ്ട് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ 2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. 250 ml കപ്പിലാണ് അവിലെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തിട്ട് എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരണം അവിൽ. അതുവരെ നന്നായിട്ട് ഇതൊന്ന് വറുത്തിട്ട് എടുക്കാം. ഇതിപ്പോൾ അവിൽ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അവിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു അരക്കപ്പിൽ നിന്നും കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാകും പലഹാരത്തിന്. ഇനി നമുക്ക് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ 1-2 മിനിറ്റും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കണം. ഇതിപ്പോൾ ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ വെച്ചിരിക്കരുത്, എന്നാൽ അത് കരിഞ്ഞു പോകും. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അവിലും തേങ്ങയും ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും ഈ ക്യാരറ്റ് ഒന്ന് മാറ്റിയെടുക്കാം. ക്യാരറ്റ് ഇവിടെ ഫുള്ളായിട്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാൻ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി നന്നായിട്ട് ഇനി പഴമൊന്ന് കുക്കായി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി നന്നായിട്ട് ഇനി പഴമൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം. ഇവിടെ ചെറുതായിട്ട് പഴമൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പഴവും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ സെയിം പാൻ തന്നെയാണ് ഇത് തയ്യാറാക്കാനും എടുക്കുന്നത്. അത് കഴുകിയിട്ടൊന്നുമില്ല. അതിലേക്ക് നമുക്കിനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച ശർക്കര 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി തിളച്ച് ഒന്ന് മെൽറ്റായി വന്നാൽ മതിയാകും. ശർക്കര ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെയും അവിലിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
ആ ശർക്കര പാനിയിൽ നന്നായിട്ട് തന്നെ ഈ അവിലും തേങ്ങയെല്ലാം ഒന്ന് യോജിച്ച് വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിക്കായും കൂടെ കിട്ടണം. അതുവരെ നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നല്ല 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ക്യാരറ്റും പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിൽ ഒരു 2 മിനിറ്റ് പാനിലിട്ട് ഒന്ന് വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. റവയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും ആകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ബോൾസാക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ആപ്പിളെല്ലാം കവർ ചെയ്ത് വരുന്ന ഒരു ഷീറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത്